പറയുമ്പം കണ്ണ് നിറയും. ഞാൻ വളരെ പെട്ടെന്ന് ഇമോഷണൽ ആവുന്ന ഒരാളാണ്. അതുകൊണ്ട് ഞാൻ വേറെ വേറെ കാര്യങ്ങളൊക്കെ ആലോചിക്കും പെട്ടെന്ന്. അല്ലെങ്കിൽ സന്തോഷം കൂടുതൽ വരുമ്പോഴും നമുക്ക് കണ്ണ് നിറയും. ആരാണ് ആ കോറിയോഗ്രാഫി ഇതിൻ്റെ? അബ്ബാസ് അല്ലേ? ഒന്ന് അബ്ബാസിനെ വരാൻ പറയൂ. ഉണ്ടോ അവിടെ എവിടെങ്കിലും? അബ്ബാസ് നന്നായി വരുമോ? അയ്യോ നന്നായി വരും അബ്ബാസ്. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. കാരണം അബ്ബാസ് സ്റ്റേജിൽ നിൽക്കൂ, നീ കാണണം. നിങ്ങളെ ലക്ഷോപലക്ഷം ജനങ്ങൾ കാണേണ്ട ഒരാളാണ് നിങ്ങൾ. സോറി അബ്ബാസിന് വരുന്നതിന് മുമ്പ് മേക്കപ്പ് ഇടാൻ പറ്റിയില്ല. ഒന്നിൻ്റെ ആവശ്യമില്ല. കാരണം ഇന്ന് തമിഴിലോ തെലുങ്കിലോ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെയുള്ള ഏറ്റവും ടോപ്പ് മോസ്റ്റ് കോറിയോഗ്രാഫർക്ക് പോലും ഈ മിനിമം ടൈമിൽ ചെയ്യാൻ പറ്റാത്തത്ര നല്ലൊരു കോൺസെപ്റ്റ്, ചെറിയ ഫിലിമിൻ്റെ കഥയാണ് നിങ്ങൾ പറഞ്ഞത്. ഒരു കൊച്ചു പടം കണ്ട ഒരു ഫീലിംഗ് ആണ്. ഞാൻ ആ കഥയുമായിട്ട് യോജിച്ചങ്ങ് പോയി. അതിൽ ഹ്യൂമർ മിക്സ് ചെയ്ത് ചെയ്യുന്ന വലിയ പാടാണ് ബാസ്. അല്ലാതെ നേരെ ക്യാമറയുടെ നേരെ നോക്കി ഇങ്ങനെ മൂവ്മെൻറ്റ് ചെയ്യുന്നത് ആർക്കും പറ്റും. നമ്മൾ സ്വയം വിചാരിച്ചാലും നമുക്ക് ഇത്തിരി സെൻസ് താളബോധം ഉണ്ടെങ്കിൽ ആർക്കും ഡാൻസ് ചെയ്യാൻ പറ്റും. അതിനകത്തൊരു കഥ കൊണ്ടുവരിക, അത് വളരെ നല്ല രീതിയിൽ ഭയങ്കര പാടാണത്. അത് അദ്ദേഹം ആരായിരുന്നു? ഒരു ബോർഡും പിടിച്ചോണ്ട് ആ ഫസ്റ്റ് നൈറ്റ് എന്ന് പറഞ്ഞ് ലുക്കും. അയ്യോ നല്ല എന്ത് ഫസ്റ്റ് നൈറ്റ് ഇവർ ബോർഡ് പിടിച്ചാലും ഇപ്പോൾ നല്ല ആർട്ടിസ്റ്റാണ് കേട്ടോ. അതിനിടയ്ക്ക് ലാസ്റ്റ് ആ കുട്ടിയും കൂടെ കാണിച്ച എന്താ കുഞ്ഞ് എന്തിയേ മക്കളെ? വാ സ്റ്റേജ് വാ. മോനെ അങ്ങനെ നടന്നേ ഒന്ന് കാണിച്ചേ. പേരെന്താ? ആ നമ്മുടെ മുമ്പ് ആർബിയുടെ കൂടെ അയ്യോടാ ജുങ്കൂസ് നന്നായിരുന്നടാ, സൂപ്പറായിരുന്നു. ലാസ്റ്റ് വന്നത് വളരെ രസമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു പടം കണ്ട പോലെ ഞാനിരുന്നു. അങ്ങനെ ആവണം. നല്ലോണം പെർഫോം ചെയ്തു. അബ്ബാസിൻ്റെ കഴിവ് അതിൽ 70%, 70%. എനിക്ക് തോന്നുന്നു അബ്ബാസ് ഏറ്റവും നല്ല കോറിയോഗ്രാഫർ ആവാൻ കഴിവുള്ള ഒരു ആളാണ്. അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. Thank you so much. Thank you Abbas. Best of luck. Thank you Mane. Okay, Gopu.